അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ പച്ചത്തുരുത്ത് നിർമ്മാണം ആരംഭിച്ചു. EEC മാർക്കറ്റ് റോഡിൽ മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചാണ് തുരുത്ത് നിർമ്മാണം ആരംഭിച്ചത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ പച്ചത്തുരുത്ത് നിർമ്മാണം ആരംഭിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവിലാണ് EEC മാർക്കറ്റ് റോഡിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നത്. 250 മീറ്റർ നീളത്തിൽ ഗോൾഡൻ ബാംബു ഇനത്തിൽ ഉൾപ്പെട്ട മുളയാണ് വച്ചുപിടിപ്പിക്കുന്നത്. പച്ചത്തുരുത്ത് പദ്ധതിയുടെ നടിയിൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PP എൽദോസ് നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ നേരത്തെ സ്നേഹാരാമത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പച്ചത്തുരുത്ത് പദ്ധതിയെന്ന് ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയാണ് പച്ചത്തുരുത്ത് നിർമ്മാണം എന്ന ഈ പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത്. കൂടാതെ നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികളും നിർമ്മല കോളേജ് കൂടി ഇക്കാര്യം സഹകരിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഈ പച്ചത്തുരുത്ത് ഇവിടെ നിർമ്മിക്കുന്നത്. പട്ടണത്തിലുടനീളം മാലിന്യ സംസ്കരണവും നിവാരണവുമായി ബന്ധപ്പെട്ട് ഇതുമാതിരിയുള്ള പൂന്തോപ്പുകൾ അതുപോലെ പച്ചത്തുരുത്തുകളെല്ലാം വളരെ വിപുലമായി നഗരസഭ നടപ്പാക്കി വരികയാണ്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. ഈ പട്ടണത്തെ മനോഹരമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മൂവാറ്റുപുഴ നഗരസഭയും അതിൻ്റെതായ പങ്കുവഹിച്ച് മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം എന്നനുസരിച്ച് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. വേൾഡ് ഓഫ് ബാംബു വയനാട് എന്ന സ്ഥാപനത്തിനാണ് നിർമ്മാണ ചുമതല. നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും സൗന്ദര്യവത്കരണത്തിനുമായാണ് പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ഇടങ്ങൾ വൃത്തിയാക്കി പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ച് ഉദ്യാനങ്ങളാക്കി മാറ്റി പരിപാലിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ നഗര സൗന്ദര്യവത്കരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ബോൾ അരിലിയ, ഡ്രൈസീനിയ, എക്സോഗാരിയ, ക്രോട്ടൺ, കൊങ്ങിണി, അഗളോണിമ, ചെത്തി, മിനിയേച്ചർ ചെത്തി, മഞ്ഞക്കൊളമ്പി തുടങ്ങിയ പൂച്ചെടികളും നട്ടുവരുന്നു. ജനകീയ പിന്തുണയോടെ നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനോടൊപ്പം മനോഹരമാക്കുക എന്ന ലക്ഷ്യവും പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നിലുണ്ട്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ സലാം, കൌൺസിലർമാരായ VA ജാഫർ സാദിഖ്, PV രാധാകൃഷ്ണൻ, PM സലീം, ഹെൽത്ത് സൂപ്പർവൈസർ A നൌഷാദ്, HIമാരായ സുഷ ജോർജ്, സുധീഷ് സുകുമാരൻ, കിരൺ തോമസ്, അന്ന മഞ്ജുള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.